ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴത്തോരു മുൻപേ എന്ന സീരിയലിലെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മൾ അലീന ശരണ്യയെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ. അപ്പം അത് കേൾക്കുമ്പോൾ ശരണ്യക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ, അലീനയെ കാണാൻ പറ്റില്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അമ്മയോട് ചെന്ന് പറയുന്നുണ്ട് അലീന ചേച്ചി വരുന്നുണ്ടെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടേ, ഇവിടെ വല്ലതും ഉണ്ടോ, അവിടെ പോയിട്ട് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന വരുന്നതിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അങ്ങനെ വീട്ടിൽ അലീന ബാലചന്ദ്രനോട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ശരണ്യയെ കാണണം എന്നൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ആ സമയത്ത് ഭയങ്കര ബിസി ആയിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ അലീനയ്ക്ക് പറയാനുണ്ട്, എന്തോ കാര്യം സാധിക്കാനുണ്ട് എന്നുള്ള കാര്യം ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനായിരിക്കും അലീന സാധാരണ വരുന്നത്. അപ്പം ഇന്നെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വല്ല ചായയോ ജ്യൂസോ എന്നെ കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല അച്ഛാ, ഞാൻ ന്യായത്തിൻ്റെ കാര്യം പറയുന്നതെന്നുള്ളൂ, അല്ലാതെ ഞാൻ തെറ്റായ കാര്യത്തിനൊന്നും അച്ഛനെ നിർബന്ധിക്കാറില്ലല്ലോ. എനിക്കൊന്ന് ശരണ്യയുടെ വീട്ടിൽ വരെ പോകണം. അപ്പം എന്താ കാര്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവില്ലേ നാളെ, അപ്പോൾ നേരിട്ട് കണ്ടൊന്ന് യാത്ര പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ബാലചന്ദ്രനും അതുപോലെ തന്നെ അലീനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ സംസാരിച്ച വിഷമാവെന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയിക്കോ, ഞാനിനിയിപ്പോൾ സമ്മതം മൂളാത്തതിൻ്റെ പേരിൽ നീ പോവാതിരിക്കണ്ട. എന്തായാലും ശരണ്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എതിരൊന്നും നിന്നോട് പറയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിനോട് ചോദിക്കണം, അല്ലെങ്കിൽ തനിയെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ താഴെ പോയിട്ട് ബബിതയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ബബി അത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് സമയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് അലീനെ കഴിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഓ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കഴിക്കാനല്ലെന്ന്. അതല്ല, എന്നെ അലീന ചേച്ചി നിർബന്ധിച്ചിട്ട് ഞാൻ കഴിക്കുന്നത്, എന്നാൽ എനിക്കും കൂടി വാരി തരാമെന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കണം. ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ട് നമ്മൾ അലീന നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രോഹിത്തിനെ അന്വേഷിക്കുന്നുണ്ട്. രോഹിത്ത് പിന്നെ എണീറ്റ് വന്നപ്പോൾ അലീന ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനോടും പോകുന്ന കാര്യം പറയുന്നുണ്ട്, ശരണ്യയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. അതിനു മുൻപേ ബബിയോടും കൃഷ്ണമോളോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതിനാന്നൊക്കെ ചോദിക്കുമ്പോൾ കാണണം, അവിടെ പോയിട്ട് നേരിട്ട് പറയണം എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രോഹിത്ത് പറയും, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നേരത്തെ ഒന്ന് പോകണം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്നാൽ കുഴപ്പമില്ല, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ രോഹിത്ത് ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ബസ് കയറി നമ്മളെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് ഓമനക്കുട്ടിനെ കാണുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. ശരണ്യ വന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് അവർ ഭയങ്കര സ്വീകരണമൊക്കെ ആയി അലീനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരിക്കും. എന്തായാലും അതിൻ്റെ ടേസ്റ്റൊക്കെ അലീന ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനും കൂടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനൊരു കാര്യം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നാളെ ഇവിടുന്ന് പോവുകയാണ്, അവിടുത്തെ ജോലി മതി എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശരണ്യയ്ക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരണ്യ എണീറ്റ് പോകും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അലീനയ്ക്കും വിഷമാവും. അപ്പോൾ അമ്മ പറയും, നീ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമായി കാണും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയും ഞാൻ അവളെ പോയി സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അടുത്ത് പോയിട്ട് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നീ എന്തിനാ വിഷമിക്കണേ, നമുക്ക് ഇനിയും കാണാലോ എന്ന്. ആ സമയത്ത് ശരണ്യാണെങ്കിൽ പറയുന്നത്, എന്നെ അലീന ചേച്ചി മറക്കുമെന്നാണ് എനിക്ക് പേടി എന്ന് പറയുമ്പോൾ, ഒന്ന് പോടി, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും കേട്ടോ, എനിക്ക് എന്താ അൽഷിമേഴ്സ് ഉണ്ടോ നിന്നെ മറക്കാൻ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മറക്കാൻ, എവിടെ പോയാലും ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് തന്നെ വരില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ എന്നെ കാണാൻ വരണമെന്ന് പറയാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മാസത്തിൽ ഒരിക്കൽ നിന്നെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. 2 തവണ കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അവിടെ പോയി നോക്കട്ടെ, അവിടുത്തെ ലീവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ, എന്തായാലും 1 മാസം പോയി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം വരാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശരണ്യയ്ക്ക് കുറച്ച് ഉപദേശം കൂടി അലീന കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ നന്നായിട്ട് പഠിക്കണം, നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, അതുവരെ നീ വേറൊരു കാര്യത്തിലേക്കും പോവരുത്, നീ ജയിച്ചു കഴിഞ്ഞാൽ ഞാനും ജയിച്ചു, നീ തോറ്റാൽ ഞാനും തോറ്റില്ലേ, നമുക്ക് ജയിക്കല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയെ അലീന ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും ശരണ്യയെ സംബന്ധിച്ച് അലീന പോകുന്നത് ഭയങ്കര സങ്കടമാണ്. അലീന സമാധാനിപ്പിക്കുന്നുണ്ട്, നിനക്കിവിടെ അച്ഛനും അമ്മയും ആങ്ങളമാരെല്ലാവരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവരൊക്കെ എനിക്കുണ്ട്, പക്ഷേ അലീന ചേച്ചിയല്ലേ എനിക്ക് കൂടുതലായിട്ട് എന്നെ ഇവിടെ വരെ എത്തിച്ചത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അലീന ചേച്ചിക്കല്ലേ അറിയുന്നത്, അപ്പോൾ എനിക്ക് അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയ്ക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, സാഹചര്യം
സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദം മൂലമെന്ന് പറയാം അലീനയ്ക്ക് അവിടുന്ന് പോവേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ പലർക്കും നന്നായിട്ട് അറിയാം. എന്തായാലും ഇനി അതൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടി പോകുന്നുമുണ്ട്. അപ്പം എന്തായാലും ഇനി എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. എന്തായാലും അലീന ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലേ. സ്വന്തം മകളെ ശത്രുവായി കാണേണ്ടി വന്ന ഒരു അമ്മ. പക്ഷെ ആ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവളെ പോലെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്തായാലും അലീനയുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്കും വിചാരിക്കാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് കാണാം കഥയിലെ ട്വിസ്റ്റ് ഒക്കെ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.